ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. എയും ബിയും സിയും ശരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ ഇവാനാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഉത്തരം സി ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം? ഉത്തരം എയും ബിയുമാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു. അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസം ആരെഴുതിയതാണ്? ഒ.വി. വിജയൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചേരുംപടി ചേർക്കുക. കലയും കലാകാരനും. അടൂർ ഗോപാലകൃഷ്ണൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ. ജെ.സി. ഡാനിയൽ ആരാണ്? മലയാള സിനിമയുടെ പിതാവ്. റസൂൽ പൂക്കുട്ടിയാണ് ഓസ്കാർ നേടിയ ആദ്യ മലയാളി. തോപ്പിൽ ഭാസിയാണ് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പെ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി കുമരകമാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഡി ആണ്. സിയും ഡിയുമാണ് ശരിയായവ. 11ാമത്തെ ക്വസ്റ്റ്യൻ ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഇത് ക്യാൻസൽ ആക്കിയ ക്വസ്റ്റ്യൻ ആണേ. 13ാമത്തെ ക്വസ്റ്റ്യൻ മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി മിസോറാം ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്കാണ് പാക് കടലിടുക്ക്. 15ാമത്തെ ക്വസ്റ്റ്യൻ റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ്? ജർമ്മനിയുടെ സഹായത്തോടെ കൂടെയാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗമാണ്. ഓപ്ഷൻ സി നീലഗിരി. 17ാമത്തെ ക്വസ്റ്റ്യൻ ദേശീയപാത 1 ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ഡൽഹി അമൃത്സർ. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ജാംനഗർ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ സി കണ്ണൂർ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി 97ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ എ ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. 23ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി മനുഷ്യാവകാശ ദംശനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. അത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ പെട്ടവയല്ല. 24ാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക. എന്താണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. ഇത് നിർബന്ധമായി വിവരാവകാശ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 25ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വിശ്വാസ് മേത്ത. 26ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2010 ഏപ്രിൽ 1-നാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി? ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു. 29ാമത്തെ ക്വസ്റ്റ്യൻ കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടുപോകുവാനാകും? 3 മാസം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 30ാമത്തെ ക്വസ്റ്റ്യൻ 1980-ലെ സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
പൊതു താല്പര്യ ഹർജി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ന് നമ്മൾ 30 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യനുകൾക്കായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.